എങ്ങനെയുള്ള ഒരു സാഹചര്യമായിരിക്കും ഇനി ഉടലെടുക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള മീഡിയേഷൻസിന് അത് ഫലം കാണാനുള്ള സാധ്യതയുണ്ടോ? മീഡിയേറ്റ് ചെയ്യേണ്ടത് ആരാണ്? അമേരിക്ക മീഡിയേറ്റ് ചെയ്താൽ ഇറാന് അത് സ്വീകാര്യമല്ല. റഷ്യക്ക് കടന്നു വരാവുന്നൊരു അന്തരീക്ഷമല്ല. ചൈന മീഡിയേറ്റ് ചെയ്താൽ അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒന്നും തന്നെ സ്വീകാര്യമാവില്ല. ആർക്കാണ് മീഡിയേറ്റ് ചെയ്യാൻ കഴിയുക? ഏകരാജ്യം പ്രതീക്ഷയുള്ളത് ഇന്ത്യ മാത്രമാണ്. ഇന്ത്യ ആ ഒരു രീതിയിൽ മീഡിയേഷനിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമല്ല. കാരണം ഇന്ത്യ പറയുന്നത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ പരിഹരിക്കണം. ഇന്ത്യക്കുള്ള തർക്കവും പരിഹരിക്കേണ്ടത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് മീഡിയേറ്റ് ചെയ്യുന്നത്? ഇപ്പം എസ്കലേഷൻ ഉണ്ടാവരുത് എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. അതിൽ പരം അതുകൊണ്ട് ഒരു മീഡിയേഷൻ സാധ്യതയില്ല. ഇനി ഉള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ അടിയും തിരിച്ചടിയും ഒരു ലെവൽ കഴിയുമ്പോൾ അത് പാരിറ്റി ആയി കഴിഞ്ഞു, കലി അടങ്ങി എന്ന് പറഞ്ഞ് നിർത്തുക എന്നതല്ലാതെ, അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായി ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിൻവാങ്ങും, താൽക്കാലത്തേക്കെങ്കിലും പിൻവാങ്ങുക. ഇസ്രായേൽ വിചാരിക്കുന്നത് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ പിന്തിരിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത് പക്ഷേ അതെത്രത്തോളം അത് സാധ്യമാകുമെന്ന് കരുതുന്നില്ല. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ഇറാൻ വർഷങ്ങളായി നമുക്കറിയാം 1979 ഈ അമേരിക്ക വിരുദ്ധ പോരാട്ടവും ഇറാനിയൻ വിപ്ലവവും, അപ്പം ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം വന്ന ഒരു ആൻറ്റി അമേരിക്കൻ, ആൻറ്റി ഇസ്രായേൽ ഒരു ഭരണകൂടം, അത് കൺസിസ്റ്റൻ്റായി ഒരു പാശ്ചാത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇറാൻ്റെ സുരക്ഷാ റിക്വയർമെൻറ്റിന്, സെക്യൂരിറ്റി പാരഡൈമിന് അത്യന്താപേക്ഷിതമാണ് ആണവായുധങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്നു. അവർ പുറത്ത് പറയുന്നില്ല, ആണവായുധങ്ങൾ എന്ന് പറയുന്നില്ല, പക്ഷേ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം ആണവായുധങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് നിലനിൽക്കെ തന്നെ ഇത് സംഭവിക്കാൻ ഇരുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. ഇസ്രായേലിനെതിരെ വരുന്ന എല്ലാ ശക്തികളെയും, മുൻപ് ഇറാഖിനെതിരെ ഇതുപോലൊരു ആക്രമണം ഉണ്ടായി, ഇറാഖിൻ്റെ ഒസറിസ് പ്ലാന്റിനെതിരെ ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ സമാനമായ രീതിയിൽ ഇസ്രായേൽ വർഷങ്ങളായി റിസർച്ച് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രിസിഷനിൽ ആക്രമിക്കാൻ കഴിയുന്നത്. കാരണം നോക്കൂ, ഈ റവല്യൂഷണറി ഗാർഡിൻ്റെയൊക്കെ തലവന്മാരെ വധിക്കുക എന്ന് പറയുന്നത് കൃത്യമായ ഇടങ്ങളിൽ മിസൈൽ പതിച്ചതുകൊണ്ടാണ്. റാൻഡം ബോംബിങ്ങിലല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരു പ്രിസിഷൻ ബോംബിങ്, അവിടെ സ്ട്രൈക്ക് നമുക്ക് കാണാവുന്നതാണ്.